കോഴിക്കോട് ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പനങ്ങാട്, ഒളവണ്ണ, കക്കോടി, പെരുമണ്ണ എന്നീ പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ പരിധിയിലെ നല്ലളത്തുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. വീട്ടിലെ കോഴികളിലാണ് രോഗം കണ്ടെത്തിയത്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേർന്നു. അഞ്ജന, മൃഗസംരക്ഷണ വകുപ്പിന് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പക്ഷികളെ കൊന്നൊടുക്കുക എന്നൊരു രീതിയാണ് നമ്മൾ പിന്തുടർന്നു വരുന്നത്. അത്തരത്തിലാണോ? മുന്നറിയിപ്പൊക്കെ എന്താണ്? ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്താണ്? ഭോപ്പാലിൽ നിന്നുള്ള പരിശോധനാ ഫലം ലഭിച്ചത്. പരിശോധനാ ഫലത്തിലാണ് ഇത്തരത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ജില്ലയിൽ 5 ഇടങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് 4 പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ പരിധിയിലെ ഒരിടത്തുമാണ്. മറ്റ് കോർപ്പറേഷൻ പരിധിയിൽ 2 കൂടി ഇത്തരത്തിൽ പക്ഷികൾ വ്യാപകമായി ചത്ത് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കൂടെ പരിശോധന വരേണ്ടതുണ്ട്. ഈ വീടുകളിൽ വളർത്തുന്ന കോഴികളിലാണ് ഇത് ആദ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് കോർപ്പറേഷൻ പരിധിയിലെ തന്നെ 5 ഇടങ്ങളിൽ ആദ്യം കണ്ടെത്തിയിരുന്നു. പിന്നീട് ഈ പലയിടങ്ങളിലും പല മേഖലകളിലും കാക്കകളും പരുന്തും അതോടൊപ്പം തന്നെ ഈ ചെമ്പോത്തും ചത്ത് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും അവയുടെ പരിശോധന നടത്തുകയും ചെയ്തു. അതിൻ്റെ കൂടെ ഫലം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷിപ്പനി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിൻ്റെ ജാഗ്രതാ നടപടികളൊക്കെ തുടങ്ങിയതായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ ഇതിൻ്റെ യോഗം ചേരാനിരിക്കുകയാണ്. ഇന്ന് കളക്ട്രേറ്റിൽ യോഗം നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പ്രദേശങ്ങളിലെ 1 കിലോമീറ്റർ പരിധിയിലുള്ള മേഖലകളിൽ ഇത്തരം പക്ഷികളെ, കോഴികളെ ഉൾപ്പെടെ കൊന്നൊടുക്കേണ്ട നടപടിയിലേക്ക് കടക്കുക. എന്ന് 2:30-ക്കാണ് യോഗം ചേരുന്നത്. നടപടികളിലേക്ക് കോർപ്പറേഷൻ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് കോഴിക്കോട്. ജാഗ്രതയോടെ ഇരിക്കുക. വീട്ടിലും മറ്റും വളർത്തുന്ന പക്ഷികളെ ആഹാരമാക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്.